കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥിയെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കൊടുവള്ളിയിൽ മുൻ ലീഗ് കൗൺസിലർ മത്സരരംഗത്ത്. 12ാം ഡിവിഷനിലാണ് ലീഗ് നേതാവ് UV ഷാഹിദ് മത്സരത്തിനിറങ്ങിയത്. വാർഡിന് പുറത്തുള്ളവരെ അംഗീകരിക്കില്ലെന്ന് നിലപാടെടുത്ത ഷാഹിദിനെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ തുടരുകയാണ്. പാർട്ടിക്കകത്തെയും മുന്നണിക്കകത്തെയും പ്രശ്നങ്ങൾ കാരണം എല്ലാ കാലത്തും ലീഗിന് തലവേദനയുള്ള ഒരു പ്രദേശമാണ് കൊടുവള്ളി. PTA റഹീമും കാരാട്ട് റസാക്കുമെല്ലാം അതിനുദാഹരണം മാത്രം. ഇത്തവണ മുൻ കൗൺസിലർ UV ഷാഹിദാണ് റിബലായി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 11ാം ഡിവിഷനിലെ ലീഗ് കൗൺസിലറായിരുന്നു UV ഷാഹിദ്. 12ാം ഡിവിഷനിൽ കോൺഗ്രസ് മത്സരിക്കുന്നതിനോട് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് നിർത്തിയ CK ജലീലിനെ അംഗീകരിക്കാനാവില്ലെന്ന നിലപാട് പ്രഖ്യാപിച്ചാണ് കപ്പൽ ചിഹ്നത്തിൽ കളത്തിലിറങ്ങിയത്. പലവട്ടം UDF നേതൃത്വം ചർച്ചകൾ നടത്തിയെങ്കിലും പോംവഴിയുണ്ടായില്ല. പിന്മാറാൻ ഷാഹിദ് വെക്കുന്ന ഡിമാൻഡ് ഇതാണ്. ഇവിടെ കോൺഗ്രസ് മത്സരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വിഷയമില്ല. പക്ഷേ ഞങ്ങളുടെ നാട്ടുകാരൻ പ്രദീപൻ എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകൻ നാമനിർദ്ദേശ പത്രിക കൊടുക്കുകയും ഇപ്പോഴും സ്ഥാനാർത്ഥിയായി തുടരുകയും ചെയ്യുന്നുണ്ട്. ആ പ്രദീപനെ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്മാറാൻ തയ്യാറാണ്. സ്ഥാനാർത്ഥിയെ മാറ്റാനാവില്ലെന്ന് കോൺഗ്രസ് നിലപാടെടുത്തതോടെ ഷാഹിദ് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിലാണ്. പാർട്ടി നടപടി ഉടനുണ്ടാവും. നിരവധി മുസ്ലിം ലീഗ് പ്രവർത്തകർ ഷാഹിദിനു വേണ്ടി രംഗത്തുണ്ട്. സഞ്ജു പൊറ്റമ്മലിനൊപ്പം റാഹീസ് റഷീദ്, മീഡിയ 1 കോഴിക്കോട്.